ഹലോ, ഡിവൈൻ പെറ്റാസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഒരു മാത്യൂസ്, തൊടുപുഴയാണ് ഞങ്ങളുടെ സ്ഥലം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ച് ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണെങ്കിലും കുറച്ച് ലേറ്റായി പോയി. എങ്കിലും നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വരാം. ഒരു പുതിയ ബെറ്റ വെറൈറ്റിനെ കുറിച്ചാണ്. ബറോൺസായി ബെറ്റ, ഇതാണ് ഈ ബെറ്റയുടെ പേര്. കുറേ ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ടില്ലാത്തവരുണ്ടാവും. ഇതിപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലും ഭയങ്കര റെയറാണ്. അങ്ങനെ അന്വേഷിച്ചാലും കിട്ടാനില്ല. ഇമ്പോർട്ട് ചെയ്യാനാണെങ്കിലും നമുക്കങ്ങനെ ഈസി ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളിവിടെ കുറച്ച് ബാച്ചുകളൊക്കെ എടുത്തു കേട്ടോ. ഇപ്പോൾ നമ്മൾ സെയിൽ തുടങ്ങി നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ബറോൺസായി ബെറ്റയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ ബെറ്റയുടെ കളറേഷൻ, കളർ മ്യൂട്ടേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അറിയാവുന്ന രീതിയിൽ ഞാനിവിടെ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താലൊന്നും ബറോൺസായി ബെറ്റയെക്കുറിച്ചൊന്നും കിട്ടാനില്ല. നമ്മൾ സെർച്ച് ചെയ്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളും പിന്നെ കുറച്ച് ഇന്തോനേഷ്യൻ ബ്രീഡേഴ്സും വിയറ്റ്നാം ബ്രീഡേഴ്സിനോടൊക്കെ അവരായിട്ടും സംസാരിച്ച കാര്യങ്ങളും കൂടെ ചേർത്ത് പിന്നെ നമുക്ക് തോന്നുന്ന കാര്യങ്ങളും കൂടെ ഉപയോഗിച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ മാക്സിമം ഇൻഫർമേഷൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കണ്ടൻറ്റിലോട്ട് നമുക്ക് കയറാം. എന്താണ് ബറോൺസായി ബെറ്റ എന്ന് നമുക്ക് ആദ്യം പറയാം. ഏത് കളറാണ് ഇതിന്, എങ്ങനെയായിരിക്കും ഇതിരിക്കുന്നത്? അപ്പം ബറോൺസായി ബെറ്റ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു നമ്മുടെ റെഡ് ഗാലക്സി കോയി ഗാലക്സി ഉണ്ടോ, റെഡ് കോയി ഗാലക്സി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു വേരിയേഷൻ എന്ന് നമുക്ക് പറയാം. പക്ഷേ നോർമൽ റെഡ് ഗാലക്സി മൾട്ടി കളറിനേക്കാളും കുറേ കൂടെ കളേഴ്സും ഉണ്ട്. അതായത് കുറച്ച് ഇമ്പോസിബിൾ കളർ കോമ്പിനേഷനെ ഓർക്കുന്നുണ്ട്. അതായത് നോർമൽ റെഡ് കോയി ഗാലക്സി മൾട്ടി കളറിനൊക്കെ റെഡ്, ബേസിക്കായിട്ട് റെഡും ബ്ലൂവും പിന്നെ ഗാലക്സി പാറ്റേൺസ് വൈറ്റിഷ് ആയിട്ടുള്ള ഗാലക്സി സ്കെയിൽസാണ് ഉണ്ടാവുക. ബ്ലൂവിന് തന്നെ നമുക്ക് ഗ്രീനിഷ് ബ്ലൂ, അതായത് കോമ്പിനേഷൻ വേണമെങ്കിലും വരും. അപ്പോൾ ഇവന്മാർക്ക് ബറോൺസായിക്ക് എന്ന് പറയുമ്പോൾ ആ ഗ്രീനിഷ് ഷൈനിങ് ഗ്രീനിഷിൻ്റെ കൂടെ ഇവർക്ക് ഗോൾഡ് ഷൈനിങ്ങും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവരെ വ്യത്യസ്തമാക്കുന്നത്. ഭയങ്കര എൻറ്റയർലി ഡിഫറെൻറ്റ് ലുക്കിലേക്ക് വരും. ആ ഗോൾഡ് ഷൈനിങ്ങും കൂടെ വരുമ്പോൾ ഗ്രീനും ഷൈനിങ്ങും ഗോൾഡും ഷൈനിങ്ങാണ്. ഈ റെഡ് കോയി ഗാലക്സി പോലെ ഇരിക്കുന്ന ബോഡിയിൽ ഈ രണ്ട് ഷൈനിങ് പാറ്റേൺസിനും കൂടെ വരുമ്പോൾ ഇത് ബറോൺസായി ആയി. പിന്നെ ഒട്ടുമിക്കാൽ മെയിൽസിന് ഇതിനകത്ത് നമ്മുടെ ഇയർ ഉണ്ടല്ലോ, നമ്മുടെ എലിഫൻ്റ് ഇയർ, ഡംബോ പോലെ നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ ചെവിക്ക് കുറച്ച് കളേഴ്സ് ഉണ്ടാവും. നമ്മുടെ സ്നോ വൈറ്റ് ബ്ലാക്ക് സമുറായി കണ്ടിട്ടില്ലേ, കളേർഡ് വൈറ്റ് ഇയർ ഉണ്ടല്ലോ. അപ്പോൾ ഇവർക്ക് ഇതിനകത്ത് ഷൈനിങ് ഗോൾഡ് ഇയറും കൂടെ ഇവന്മാർക്ക് വരുന്നുണ്ട്. അത് ഇവന്മാരുടെ സ്പെഷ്യാലിറ്റിയാണ്. ചില സെല്ലേഴ്സ് ഇതിനെ കുറച്ച് റോങ് ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ റെഡ് ഗാലക്സി മൾട്ടി കളറിനെ ബറോൺസായി എന്ന് പറഞ്ഞൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ട് ഈ വർഷങ്ങളിൽ. കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു, വീഡിയോസായിട്ട് വന്നു. അപ്പം ഒറിജിനൽ ബറോൺസായി പാറ്റേൺസ് അല്ല, റെഡ് ഗാലക്സിയുടെ പാറ്റേൺസിനെ വെച്ച് ബറോൺസായി. കാരണം നമ്മുടെ ആൾക്കാർക്കും അറിയത്തില്ല, പേര് കേട്ട് മേടിച്ചതാണ്. കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഓക്കെ, അതൊക്കെ പോട്ടെ. ഇപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, എനിക്കറിയാവുന്നത്രയും ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോയിൽ പറയുകയാണ്. ഇപ്പോൾ നമ്മൾ ബറോൺസായിയുടെ കളേഴ്സിനെ കുറിച്ച് നമ്മൾ കണ്ടു അല്ലേ, കളർ കോമ്പിനേഷൻ, ഏതൊക്കെ കളർ കോമ്പിനേഷൻ ഇവർക്ക് വരാം എന്നുള്ളതിൻ്റെ സംഭവം കണ്ടു. നമുക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പം ഇതാണ് ഇവരുടെ കളർ കോമ്പിനേഷൻ. ഇനി അടുത്ത നമുക്ക് എന്തുകൊണ്ട് ഇവരെ ഈ പേരിട്ട് വിളിച്ചു എന്നുള്ളത്, ആ കാര്യം കൊണ്ടൊക്കെ അതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. ഓക്കെ, നമ്മൾ ബറോൺസായി എന്നുള്ള പേരുണ്ടല്ലോ, ആ വേർഡ് ഇന്തോനേഷ്യൻ വേർഡാണ്, ഇന്തോനേഷ്യക്കാരുടെ വാക്കാണ്. ഈ നമ്മുടെ ബറോൺസായി ബെറ്റനെ ഉണ്ടാക്കിയെടുത്ത് ഇന്തോനേഷ്യക്കാരായിരിക്കാം, എനിക്ക് കറക്റ്റ് ഇൻഫർമേഷൻ ഇല്ല. വിയറ്റ്നാംകാരും ഉണ്ടെന്ന് വിയറ്റ്നാം ബ്രീഡേഴ്സ് പറയുന്നു, അവരെ ഉണ്ടാക്കിയെന്ന് പറയുന്നു. അപ്പോൾ ഇന്തോനേഷ്യ ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ പേര് ബറോൺസായി എന്നുള്ള വേർഡ് ഇന്തോനേഷ്യനാണ്. അതുപോലെ തന്നെ ഇതിന് ഗാർഡിയൻ ഓഫ് ഗാലക്സി എന്നുള്ളൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ, അതും കൂടി ഇപ്പോൾ തന്നെ പറഞ്ഞേക്കാം. അതും ചില നേട്ടാർ വിളിക്കുന്നുണ്ട്. മിക്കവാറും നമ്മുടെ അവഞ്ചേഴ്സ് ഗാർഡിയൻ ഓഫ് ഗാലക്സിയുടെ ആ കളർ കോമ്പിനേഷനും കൂടെ വന്നുകൊണ്ടായിരിക്കും ഇവർക്ക് ഗാലക്സി ഗാർഡിയൻ എന്നുള്ളൊരു പേരും കൂടെ വിളിക്കുന്നുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം ബറോൺസായി എന്നുള്ള പേരിലോട്ട് വരാം. ചൈനക്കാരുടെ ഒരു ഫെസ്റ്റിവലുണ്ട്, ഒരു ലയൺ ഡാൻസ് ഫെസ്റ്റിവലുണ്ട്. ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചു തരാം. അപ്പോൾ ഈ ഫെസ്റ്റിവലിന് ഇന്തോനേഷ്യക്കാർ വിളിക്കുന്ന പേരാണ് ബറോൺസായി. അവരവരുടേതായ ഒരു ഫെസ്റ്റിവലും ഇതിൻ്റെ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഗൂഗിളിൽ കണ്ടു. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പം ഇതാണ് ബറോൺസായി എന്നുള്ള പേര്. ആ ഫെസ്റ്റിവലിൽ നമ്മുടെ ലയൺ ഡാൻസ്, ആ ചൈനീസ് ലയൺ ഡാൻസിൽ ലയണിൻ്റെ അവരാ ഉണ്ടാക്കിയെടുക്കുമല്ലോ, രൂപം ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ കളർ കോമ്പിനേഷൻ റെഡും ഗോൾഡും പിന്നെ കുറച്ച് ഗ്രീനിഷും ആ ഒരു ഷൈനിങ് രീതി വരുന്നതുകൊണ്ട് ആ കളർ കോമ്പിനേഷനുള്ള മീനിനെ നമുക്ക് ബറോൺസായി എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇവർക്ക് ഈ പേര് വന്നത്. അപ്പോൾ നമ്മളിപ്പം ബറോൺസായി ബെറ്റയുടെ കളർ കോമ്പിനേഷനെയൊക്കെ പഠിച്ചു, എങ്ങനെ പേര് വന്നു എന്ന് പഠിച്ചു. ഓക്കെ, എവിടെ നിന്ന് ഉണ്ടാക്കി, ആരുണ്ടാക്കി, അത്രയും കാര്യങ്ങളും കിട്ടി. നമുക്ക് കിട്ടിയേക്കുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്തോനേഷ്യൻ ലൈനാണ്, വിയറ്റ്നാം ആണെന്നോ കൺഫ്യൂഷനുണ്ട്. നമുക്കിതിനെ അറേഞ്ച് ചെയ്ത് തന്ന് നമ്മുടെ ഹൈദരാബാദുള്ള വേണു ആണ്. വേണു ഒരു കട്ട ഹോബിയിസ്റ്റാണ്. ഏതെങ്കിലും പുതിയ റൈറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ എത്തിക്കും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് പുള്ളി അത്രയും വലിയ ഹോബിയിസ്റ്റ് ആയതുകൊണ്ട് എനിക്കും പെട്ടെന്ന് ഈ സാധനത്തിന് കിട്ടി. ഓക്കെ, വേണു ബ്രീഡ് ചെയ്ത F1 ഒരു പെയറിനെയാണ് ഞാൻ എൻ്റെ ബ്രൂഡ് സ്റ്റോക്കാക്കി എടുത്തത് കേട്ടോ. അതിൻ്റെയാണ് നമ്മൾ സെയിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം ഒഫീഷ്യലി ഇതിനെ സെയിൽ ചെയ്തേക്കുന്നത്, ആദ്യം ഇടയ്ക്ക് ബ്രീഡ് ചെയ്ത് സെയിൽ ചെയ്തേക്കുന്നത് നമ്മുടെ വേണു ആയിരിക്കും. അപ്പോൾ വേണു ബ്രോയ്ക്കൊരു ഹാറ്റ്സ് ഓഫ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ
കളർ മ്യൂട്ടേഷനിലേക്ക് വരാം. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് കളർ മ്യൂട്ടേഷനാണ്, ഒത്തിരി ഡിലേ എടുക്കുന്നൊരു പ്രോസസ്സാണ്. പെട്ടെന്ന് ഈ സാധനത്തിന് റെഡിയായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഓരോ ബാച്ച് പല സ്റ്റേജ് നമ്മുടെ കിടപ്പുണ്ട്, പല ബാച്ച്. അപ്പോൾ അവർ കണ്ടുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കളർ മ്യൂട്ടേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ കുളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതിനകത്ത് ഏകദേശം ഒരു മാസത്തോളം പ്രായമായ കുഞ്ഞുങ്ങളുണ്ട് ബറോങ്സൈഡ് ഒരു ബാച്ച്. അപ്പോൾ ഇവരുടെ കയ്യിലെടുത്ത് കാണിച്ചു തരാം കേട്ടോ. കുറച്ചൊക്കെ കളർ മാറി തുടങ്ങി. ഇവർ ഇനീഷ്യലി ഇരിക്കുന്നൊരു കളറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കളറാണ്. അത് കയ്യിൽ പിടിച്ച് കാണിച്ചു തരാം. ഈ ഒരു ഗ്രീനിഷ് ലുക്കായിരിക്കും ഇവർക്കുണ്ടാവുക. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ ചെവി കുറേശ്ശെ വൈറ്റിഷായിട്ട് വരും. ഒരു നമ്മുടെ ആ വൈറ്റ് ഇയർ വരുന്നതിൻ്റെ ഒരു കാണിക്കുന്നതായിരിക്കും. ചിലതുങ്ങൾക്ക് അങ്ങനെ വൈറ്റ് ഇയർ ആയിട്ട് വരും. ഇവിടെ നോക്കൂ, കണ്ടതേ അവനോടി ഈ ഒരു ലെവലിലോട്ട് വരും. അതിനുശേഷം ഇവരുടെ മ്യൂട്ടേഷൻ തുടങ്ങി. ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഏകദേശം ചിലമാർക്ക് മ്യൂട്ടേഷൻ തുടങ്ങി, വൈറ്റായിട്ട് പോകുന്നതിൻ്റെ. നോർമൽ നമ്മുടെ കോയി ഗാലക്സിയൊക്കെ പോലെ ഇവരും ഒരു വൈറ്റ് കളറുണ്ട്, സെല്ലോഫൈൻ രീതിയിലേക്ക് വരും. ചിലത് സെല്ലോഫൈനിലോട്ട് വരും, ചിലത് സെല്ലോഫൈൻ ആവില്ല. ഈ ഒരു വൈറ്റ് ബോഡിയിലേക്ക് വന്നിട്ട് അതിലേക്ക് നേരെ പാച്ചസ് വരുന്ന പോലെയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ കളർ കോമ്പിനേഷൻ. ഇമാർ വയറ് നിറച്ച് ഫുഡ് അടിച്ച് എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കൊരു അടുത്ത സ്റ്റേജിലേക്ക് കയറാം. ഇത് ഏറെക്കുറെ ഒരു 2-3 മാസത്തോളം ആയ ഒരു ബാച്ചാണ്. അപ്പോൾ നമുക്കിതിനകത്ത് കണ്ടാൽ അറിയാം, ചിലത് മ്യൂട്ടേഷനായി, ചിലത് ഇനിയും മ്യൂട്ടേഷൻ ആയിട്ടില്ല. ആദ്യം പോലെ പറയട്ടെ, നമ്മുടെ ഒരു എക്സോട്ടിക് വെറൈറ്റി ആണെന്നുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും ബറോങ്സയെ വരുമെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഓക്കെ, ഇവിടെ നല്ല വൃത്തിയായിട്ട് മ്യൂട്ടേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പാകത്തിന് ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ലെവലിലാണ് സെല്ലോഫൈനായി. അതിനകത്ത് പാച്ചസ് വരുന്നുണ്ട്. അത് റെഡ് വരും, ഗോൾഡ് വരും, ഗ്രീനിഷ് വരും, കുറച്ച് ബ്ലാക്കിഷും കൂടെ ഉണ്ട് കേട്ടോ. വൈറ്റും ബ്ലാക്കും കൂടെ ചിലതിന് വരും. ഇങ്ങനെ ആണ് ഇമാരുടെ അടുത്ത സ്റ്റേജ് വരുന്നത്. ഇതിന് കളർ ഡെവലപ്പായി വരാൻ കുറച്ച് ലേറ്റ് ആവും. നല്ല സമയമെടുത്താണ് ഇമാർക്ക് കളർ ബ്രൈറ്റ് ആവും. അത് കുറച്ചൊരു അടിപൊളി ഐറ്റവും കിടപ്പുണ്ട്. ഞാൻ അവനെയും കൂടെ ഒന്ന് പിടിച്ച് കാണിച്ചു തരാം. അതെ, കുറേ കൂടെ നല്ല കളറായ ഒരുത്തൻ തന്നെ ഓടുക. കുറേ കൂടെ കളറായ ഒരുത്തനാണ് ഇവൻ. നോക്കിയോ, കുറച്ചും കൂടെ ഭംഗിയുണ്ട്. ഇവൻ കുറച്ചും കൂടെ റെഡ് കൂടുതലുണ്ട്. ഇനി ഇതിൻ്റെ ഇയർ ഉണ്ടോ, ഒരു സൈഡിൽ ചിലവന്മാർക്ക് എല്ലാത്തിനും ഇയർ വരണം എന്നില്ല. ഇവൻ്റെ ഒരു സൈഡിലാണ് പയ്യെ ഷൈനിങ് തുടങ്ങുന്നത്. എല്ലാത്തിനും ഇയർ ആയി വരാൻ ചിലപ്പോൾ ഒരു 5-6 മാസം സമയമെടുക്കും. ലേറ്റായിട്ടാണെങ്കിലും എല്ലാത്തിനും തന്നെ ഇയർ വരുന്നത് കണ്ടിട്ടുണ്ട്. നല്ല പാറ്റേൺസ് ഉള്ള എല്ലാവർക്കും തന്നെ ഇയർ വരാറുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും കണ്ടോ. ഇത് നമ്മുടെ ഒരു 3 മാസത്തോളം പ്രായമായ ബാച്ചാണ് കേട്ടോ. ഈ ഒരു ലെവലിലാണ് ഇരിക്കുക. ഇതിനകത്ത് നമ്മളൊന്നും മാറ്റിയിട്ടില്ല. അതായത് നമുക്ക് കാണാം എത്രയാണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് ലേറ്റായിട്ട് വരുന്ന ടീംസ് ഉണ്ട്. ഈ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെയുള്ള ആൾക്കാരും മ്യൂട്ടേഷൻ ആവും. കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും കളർ വരും. എല്ലാത്തിനും കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ. വലുതായി വരുമ്പോൾ ഉള്ള കിട്ടുന്ന കളറിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ ഒരു ബാച്ചിലെ റിസൾട്ട് ചില ആൾക്കാർ ചോദിക്കും എത്ര പെർസെൻറ്റേജ് കിട്ടുമെന്ന് ചോദിക്കും. അപ്പോൾ അതൊന്നും കൂടെ വ്യക്തമാക്കാനാണ് ഞാൻ ഒന്നും കൂടെ വീഡിയോ. അപ്പോൾ അതൊന്നും കൂടെ നമുക്കൊന്ന് ക്ലിയർ ആക്കി തരാം. അത് കാണുമ്പോഴത്തേനും തന്നെ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് എത്ര റിസൾട്ട് കിട്ടിയെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നോർമലി മ്യൂട്ടേഷൻ ആവും. ഒത്തിരി നമുക്ക് കളറാവാതെ വേസ്റ്റ് ആവുന്ന ഒത്തിരി ഐറ്റംസ് വരും. പക്ഷേ നോർമലി ഒരു ഗാലക്സി കോയി ചെയ്യുന്ന പോലത്തേക്ക് തന്നെ റിസൾട്ട് നമുക്കുണ്ട് കേട്ടോ. പിന്നെ എനിക്കിവിടെ എന്ന് വെച്ചാൽ ഫീമെയിൽസ് വളരെ കുറഞ്ഞു പോയി. അത് മാത്രമാണ് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് എനിക്കുള്ളത്. പെയറായിട്ട് കൊടുക്കാൻ ഇപ്പം വളരെ കുറവാണ്. ആവശ്യക്കാർ ചോദിക്കുക, റേറ്റ് നല്ല റേറ്റാണ്, കൂടുതലാണ്. ഫസ്റ്റിൻ നമ്മുടെ പുതിയൊരു വെറൈറ്റി ആയതുകൊണ്ട് നല്ല ഹൈ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതുപോലെ കുറേ ഐറ്റംസ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ പുതിയ ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ പയ്യെ ഇടാൻ കേട്ടോ. ഇതെല്ലാം ഇവിടെ വളർന്നു വരുന്നുണ്ട്. എല്ലാം ഹൈടെക് ഐറ്റംസ് ഉണ്ട്. ഒക്കെ നമുക്ക് പയ്യെ ചെയ്യാം. ഇത് പുതിയ അഡ്വാൻസ്ഡ് ക്യാൻഡി ഡംബോയാണ്. അതും ഇഷ്ടംപോലെ മ്യൂട്ടേഷനായിട്ടുണ്ട്. അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇത് RGG പോലെ RGBG എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ഉണ്ട്. അതിൻ്റെ ബാച്ചാണ്. ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ വീഡിയോ ചെയ്യാം. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പയ്യെ ഓരോ വീഡിയോ കൂടെ കാണിക്കാം. ഇവിടെ ബോട്ടിൽ ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് ചേട്ടന്മാരെ കാണിച്ചു തരാം. നമ്മൾ ഇച്ചിരി ഫ്ലാഷ് ഇട്ട് എടുത്താൽ ഇവരുടെ ഫുൾ ഭംഗി കിട്ടുമല്ലോ കേട്ടോ. അത് നമ്മളാരും ഫേക്ക് ചെയ്യണമല്ല, നമ്മളങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. നമ്മൾ ഫ്ലാഷ് ഇട്ട് എടുത്താലാണ് ഗോൾഡ് കളറിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം ഇൻ്റർനാഷണലി എല്ലാവരും അങ്ങനെ തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. പിന്നെ നമുക്കും അങ്ങനെ ചെയ്യാൻ വീഡിയോ എടുക്കുന്നതിൽ വലിയൊരു
കുറ്റം ആരും പറയേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ബറോങ്സായി ബെറ്റ എന്നാന്ന് പരിചയപ്പെട്ടു, കളേഴ്സ് കണ്ടു, മ്യൂട്ടേഷൻ അറിഞ്ഞു, അത്യാവശ്യം കിട്ടിയ ഇൻഫർമേഷൻസ് എല്ലാം ഷെയർ ചെയ്യുമെന്നാണ് എൻ്റെ വിചാരം. റാംബോ വാ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിച്ച് ടാറ്റ പറയാൻ സമയമായിട്ടുണ്ട്. പുതിയൊരു വെറൈറ്റിയാണ് ബറോങ്സായി. ഇൻ്റർനാഷണൽ ലെവലിൽ പോലും റെയറാണ്, അങ്ങനെ കിട്ടത്തില്ലാത്തൊരു സാധനമാണ്. ഓക്കെ, കാര്യം മിസ് ചെയ്യേണ്ട. കുറച്ച് പേഴ്സും കൂടെ പെയറായിട്ട് എൻ്റെ കയ്യിൽ പറഞ്ഞാൽ ഫീമെയിൽസ് കുറവാണ്, എന്നാലും കുറച്ച് പേഴ്സും കൂടെ തരാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ സജഷൻസൊക്കെ വാട്സാപ്പ് ചെയ്യുക. നമുക്കൊരു വാട്സാപ്പ് സെയിൽ ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് അയച്ചു തരാം, അത് മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഫേസ്ബുക്ക് പേജുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം അതിനകത്താണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി പിന്നെ കാണാം. എല്ലാവർക്കും സ്നേഹം. ബൈ ബൈ പറയടാ റാംബോ. ബൈ.